രജനി, രജനി, വരുന്നു. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നന്നായിട്ട് ഉറങ്ങി വന്നല്ലേ? ഇല്ല, രാത്രി എന്തൊക്കെയോ വീഴുന്ന പോലെ ശബ്ദം കേട്ടു. ഞാൻ പേടിച്ചു പോയി. അത് വല്ല തുറപ്പനായിരിക്കും. ഇവിടെ ഈയിടെയായിട്ട് ഒരുപാട് തുറപ്പന്റെ ശല്യമൊക്കെ ഉണ്ട്. ഓ, അപ്പൊ ഏതോ വലിയ തുറപ്പനായിരിക്കും അല്ലേ? അതെ അതെ. എനിക്കൊരു കാര്യം അറിയണം. രജനി സത്യം പറയണം. അല്ല, രജനി ആരാ? ബിനോ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? നീ പോയി ആരാ നോക്കിട്ട് ചെല്ലങ്ങോട്ട്. സാവധം പോളി, നിന്റെ അപ്പച്ചൻ വന്നിരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യണം? ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യും. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു. അയ്യോ, എന്തെങ്കിലും ചെയ്യണം. പിന്നെ ആരാടാ? അവന്റെ അപ്പച്ചൻ വന്നിരിക്കുന്നു. ബിനോയുടെ അപ്പച്ചൻ എനിക്കൊന്ന് കാണാലോ. അത്രേ ഉള്ളൂ. ഞാനിപ്പോ ഇങ്ങോട്ട് വിളിക്കാം. നീ അപ്പച്ചനോടൊന്ന് ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാലേ അതൊന്ന് പെട്ടെന്ന് നോക്കണം. ഞാൻ ബാത്റൂമിൽ പോകാം. അയ്യടാ, അവന് ബാത്റൂമിൽ പോകാൻ നേരെ പോയി വിളിക്കണം. ഓടിച്ചിരിക്കാനാണ്. നീ രജനി ആ മുറിക്കകത്തൊരു വാലടക്കി. ഞാനും വന്നാട്ടെ. പുറത്ത് പോടാ. എന്നെ കുരുതി കൊറ ആടാ. സ്വസ്ഥായിട്ടിരിക്കാൻ സമ്മതിക്കൂലേ? കയറി അങ്ങനത്തെ സമയം. ഇവിടെ വിളിച്ചു നിന്നോ? ആഹാ, എത്ര നേരമായി ബെല്ലടിക്കുന്നു. അവനെന്തേ? അയ്യോ അപ്പച്ച, ബിനോ ഇന്നലെ വൈകിട്ടത്തെ ട്രെയിന് കോട്ടത്തിന് പോയല്ലോ, വന്നില്ലേ? അപ്പച്ചൻ എന്താ അതിരാവിലെ തന്നെ? ഞാൻ കോഴിക്കോട്ട് നിന്ന് പോരുന്ന വഴിയാ. അവനൊന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. അപ്പച്ച ഇരിക്കണം. ഇരുന്നാട്ടെ, ഇരിക്കണം. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. പൊടി പൊടി. അപ്പച്ചന് കുടിക്കാൻ ചായയോ കാപ്പിയോ ഹോർലിക്സോ ഒന്നും വേണ്ട മക്കളെ. എന്നാ കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ഒരു ദൂരയാത്ര കഴിഞ്ഞ് വരുന്നല്ലേ? അയ്യോ, അതിനൊന്നും നേരമില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. മാത്രമല്ല, അവനിങ്ങോട്ട് തിരിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ചെന്നാൽ അവനെ കാണാമല്ലോ. അതെ അതെ. എന്നാ നേരം കളയുന്നില്ല. വേഗം വീട്ടിലെത്താമല്ലോ. എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ രാവിലെ നടക്കാൻ പോറുണ്ട്, എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. അതല്ല, പഠിത്തം ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിധത്തിൽ ഊരി കിട്ടി. ബിനോയ് മൂപ്പിലാൻ പോയി. അയ്യടാ, അവന്റെ ഒരു അപ്പച്ചൻ അങ്ങനെ കെട്ടിയെടുക്കാൻ കണ്ട നേരം. ഞാൻ വിചാരിച്ചു അങ്ങനെ ഈ നേരത്തെ കൊണ്ട് വരും. ഓ, എനിക്കതല്ല. എന്താ, ഇവന്റെ അപ്പച്ചൻ വളരെ ഡീസന്റ്. ഇവൻ എന്തിങ്ങനെ ആയിപ്പോയത്? അയ്യോ, എനിക്കൊന്ന് പരിചയപ്പെടാൻ പറ്റില്ല. അതെ അതെ അതെ. അയ്യോ, അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടുപിടിച്ച് അവിടെ അണങ്ങി പോകരുത്. നീയൊക്കെ എത്ര എന്റെ കണ്ണ് പൊട്ടിച്ചാലും ഞാൻ കണ്ടു. അയ്യോ, അതെന്റെ സിസ്റ്ററാ. സിസ്റ്റർ കല്യാസയെ കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ട്. എനി പാന്റ് കുപ്പായിട്ട് എന്നെ പറ്റിയാൻ നോക്കണ്ടേ? എടാ, ഇതിനു മുമ്പും നിങ്ങൾ ഇവിടെ സിസ്റ്റർമാരെ കൊണ്ടുവരാറുണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചപ്പോ അത് ഞാൻ കൊണ്ടുവന്ന് നാക്കി. ഇവിടെ വാടി. ഇനി ഈ ഏർപ്പാട് ഇവിടെ വെച്ച് വേണ്ട. ഈ നിമിഷം കാര്യം ഇത് തരണം. ഇവിടെ വാടി, ഇങ്ങോട്ട് വാ. സത്യം ഇന്നല്ലെങ്കിൽ നാളെ തെളിവെന്ന് പറയാറില്ലേ? അതെത്ര സത്യ.
അവന്മാരെ ഒരുത്തിയൊക്കെ വെച്ച് അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അന്ന് ഞാനത് കണ്ടുപിടിച്ചപ്പോ എന്നെ അവന്മാരെ അകത്തിട്ട് പൂട്ടി. അല്ലേ? അത് നീ വിശ്വസിച്ച്. കാര്യം എന്താന്ന് പറ മനുഷ്യ. കാര്യം പറയല്ല, കാര്യം കാണിച്ചു തരവാ. വാ 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 വാ. എന്താ കർത്താവേ? കൂടി ഉണ്ടായിരുന്നല്ലോ. എവിടെ മാറടാ? ഇതിനുള്ളിൽ ഇത്ര പെട്ടെന്ന് മാറ്റി ഒന്ന് മാറടാ. തർക്കം ചെയ്യല്ലേ കേട്ടാ. ഇതിനകത്ത് ഇവിടെ അതിനകത്തെന്തോ നോക്കുക. നീ പോക്കറ്റിനകത്തും പെണ്ണിനെ ഒളിപ്പിക്കുന്ന ജാതിയാ. എന്റെ ചേട്ടൻ ഇവിടെ എങ്ങും ആരുമില്ല. ഈ ചാക്കോച്ചൻ എന്ന് പറഞ്ഞ് തോന്നുന്നു. ചേർത്തി ചേട്ടന്റെ പഴയ സ്വഭാവം വെച്ച് പറഞ്ഞതാ. കെട്ടിപ്പിടിച്ചാലേ നിനക്ക് വർത്താനം പറയാൻ പറ്റുള്ളൂ. അതെ, 24 മണിക്കൂർ ഇത് തന്നെ ചിന്തിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇത് തന്നെ തോന്നിക്കൊണ്ടിരിക്കും. അല്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതെപ്പോ തുടങ്ങി എന്റെ അപ്പന് തുടങ്ങിയ ശേഷം എനിക്ക് ഭ്രാന്ത് തുടങ്ങിയത്. കർത്താവേ, ഇതിനായിരുന്നു നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എന്തിന്? എന്താണോ? ഇനി ഒരു കാലത്ത് നിങ്ങളെ വിശ്വസിക്കത്തില്ല. നോക്കിക്കോ. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? വീട്ടിലേക്ക് വാ. ഞാൻ പറഞ്ഞുതരാം. വാ മനുഷ്യ. ഇങ്ങോട്ട്. ഇനി പുറത്തേക്ക് ഇറങ്ങിയ ഞാൻ കാലിന്റെ മുട്ട തല്ലി ഓടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ചേട്ടത്തി ഇപ്രാവശ്യം അധികം ഉപദ്രവിക്കണ്ട. ഇനി അങ്ങനെ ചെയ്യത്തില്ല. ഞങ്ങൾ എടുക്കണ്ട. മഴയ്ക്കെങ്കിലും മഴയ്ക്കൂ. എന്തേ? ഒന്നുമില്ല. കുട്ടികളെല്ലാം ഉണ്ടല്ലോ ഇവിടെ. നിങ്ങളിങ്ങോട്ട് മാറി. ഇവിടെ കുടി കണ്ടുപിടിക്ക നമ്മള് പെരുത്ത് വിഷമിച്ചു. ഓളവിടെ അനക്കറിയൂല. ഞങ്ങൾക്കറിയില്ല. അയ്യേ കാതറേ, എന്തേ ഓളെ ഇങ്ങോട്ട് എടുക്കി. ഇതിനകത്ത് ആരും കാണാനില്ലല്ലോ. ഈ കുട്ടിയല്ലേ ഇപ്പൊ ഇതിനകത്തുണ്ടായിരുന്നത്? എന്ത്? കാതറേ, ഓടിക്കോളോ.